dears, it's me Musin from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ മക്കളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, അതായത് വൃത്തങ്ങളും കോണുകളും പറഞ്ഞ ചാപ്റ്റർ വെറും 20 മിനിറ്റ് കൊണ്ട് എങ്ങനെ സെറ്റായി പഠിക്കാൻ നോക്കാം. അപ്പോൾ ഒരു പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ഫസ്റ്റ് കൺസെപ്റ്റ് എന്താ നോക്കിയാലോ. നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ് മക്കളെ, ആംഗിൾ ഇൻ സെമി സർക്കിൾ ഇസ് 90 ഡിഗ്രി. ഒരു അർദ്ധവൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രി ആവുന്ന പറയുന്നത്? 90 ഡിഗ്രി ആവുന്ന പറഞ്ഞത്. ഇപ്പോൾ മക്കളെ ഇതൊരു വ്യാസമാണെങ്കിൽ, ഇതൊരു ഡയമീറ്റർ ആണെങ്കിൽ, ഇതൊരു സെമി സർക്കിൾ അല്ലേ, ഇതൊരു അർദ്ധവൃത്തല്ലേ. അപ്പോൾ നമ്മളെ കൺസെപ്റ്റ് പ്രകാരം എന്താണ്, ഒരു അർദ്ധവൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണ് എത്ര ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞ മക്കളെ? 90 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരു സെമി സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾസ് എത്ര ആക്കാരം? 90 ഡിഗ്രി ആവും എന്ന് പറഞ്ഞു. ഈ ഒരു ആംഗിൾ മാത്രമാണോ അല്ല, ഇതൊരു സെമി സർക്കിൾ ആണെങ്കിൽ ഇതിലുണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രി ആക്കണം മക്കളെ? 90 ഡിഗ്രി ആക്കണം. നമ്മൾ ഇങ്ങോട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കണം, ഇങ്ങോട്ട് ഒരു കോൺ ഉണ്ടാക്കണം, അതും എത്ര ഡിഗ്രി ആക്കണം? 90 ഡിഗ്രി ആക്കണം. ഇവിടേക്ക് മാത്രമുള്ള വരിക അല്ല, ഇപ്പുറത്തെ സൈഡ് ഇതൊരു സെമി സർക്കിൾ ആണെങ്കിൽ ബാക്കി ഒരു സെമി സർക്കിൾ ആവൂലേ, ഒരു അർദ്ധവൃത്തം ആവൂലേ. ഇതിലുണ്ടാക്കുന്ന ആംഗിൾസും എത്ര ഡിഗ്രി ആക്കണം മക്കളെ? 90 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഒരു ആംഗിൾ ഇൻ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ഒരു അർദ്ധവൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും മക്കളെ. അങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളോട് പറഞ്ഞത് എ ബി ഈസ് ദ ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ. എ ബി എന്താണ്? ഈ വൃത്തത്തിന്റെ വ്യാസാണ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? എ ബി വൃത്തത്തിന്റെ വ്യാസമാണ്. ആംഗിൾ ഡി ബി സി പറഞ്ഞ കോണ് 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഇനി മക്കളെ നമ്മളോട് എന്താ ഫസ്റ്റ് ചോദിച്ചത്? എന്താ നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് മക്കളെ? ആംഗിൾ എ സി ബി എത്രയാണ് മക്കളെ? ആംഗിൾ എ സി ബി, അതായത് ഈ കോൺ എത്രയെന്ന് നമ്മളോട് ചോദിച്ചത്. എങ്ങനെ മക്കളെ നമ്മൾ ആ കോണ് കണ്ടുപിടിക്കുക? എന്ത് പറയാം നമ്മൾ ആ കോൺ കണ്ടുപിടിക്കുക? നമ്മൾ പഠിച്ചില്ലേ, എ ബി വ്യാസാണെങ്കിൽ ഇതൊരു അർദ്ധവൃത്തല്ലേ, എ ബി ഡയാമീറ്റർ ആണെങ്കിൽ ഇതൊരു സെമി സർക്കിൾ അല്ലേ. ആംഗിളിന് സെമി സർക്കിൾ എത്ര മക്കളെ? 90 ഡിഗ്രിയാണ്. ഒരു സെമി സർക്കിൾ ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രിയാണ് മക്കളെ? 90 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ആംഗിൾ എ സി ബി എത്ര കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. ഒരിക്കലും നമ്മളോട് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, ഒരു അർദ്ധവൃത്തത്തിൽ കോൺ എത്രയെന്ന് ചോദിച്ചില്ല. നമ്മളോട് പറയും എ ബി വ്യാസാണ് അല്ലെങ്കിൽ ഓ സെൻറ്റർ ആണ്, അങ്ങനെയൊക്കെ തന്നിട്ട് നമ്മളോട് ചോദിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവണത് ഒരു അർദ്ധവൃത്തമാണ്, ഒരു സെമി സർക്കിളാണ്. ഒരു സെമി സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആണ്. നമുക്ക് മനസ്സിലാവണം. എന്നാൽ സിമ്പിളാണ്. ഓക്കെ, അങ്ങനെ അടുത്ത എന്താ ചോദിച്ചാൽ ആംഗിൾ ബി ഡി സി. ആംഗിൾ ബി ഡി സി പറഞ്ഞാൽ ഈ ആംഗിൾ അല്ലേ, ഈ കോണല്ലേ. അങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ. നമ്മൾ ഇതൊരു ട്രയാംഗിൾ അല്ലേ, ഒരു ത്രികോണത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്ര? സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എത്ര? 180 ഡിഗ്രി. അപ്പോൾ മൊത്തം 180 അകരം വരിക, മൈനസ് എന്തൊക്കെ കൂട്ടിയത് കുറച്ചാൽ മതി നമുക്ക്? 90 പ്ലസ് 30 പറഞ്ഞാൽ 120 വരും. അപ്പോൾ 180 നിന്ന് 120 കുറച്ച് എത്ര മക്കളെ? 60 ഡിഗ്രി എന്നിട്ട് എത്ര കിട്ടും? 60 ഡിഗ്രി എന്നിട്ട് ഈ കോണ്. അങ്ങനെ മക്കളെ അടുത്ത എന്ത് ചോദിച്ചാൽ ആംഗിൾ എ ഡി ബി അല്ലേ. ആംഗിൾ എ ഡി ബി പറഞ്ഞാൽ ഈ കോണല്ലേ നമുക്ക് വേണ്ടത്. അതായത് മക്കളെ ശ്രദ്ധിച്ചോടാ, നമുക്ക് ഈ ഒരു ബാക്കി ഈ ആംഗിൾ അല്ലേ വേണ്ടത്. അപ്പോൾ മക്കളെ നോക്ക്, ഈ എ സി പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ആംഗിൾ എപ്പോഴും 180 ഡിഗ്രി ആക്കാനും. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ആംഗിൾ എപ്പോഴും എത്ര ആക്കാനും മക്കളെ? 180 ഡിഗ്രി ആക്കാനും. അതായത് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഈ ആംഗിൾ ടോട്ടൽ എത്ര വരിക? 180 ഡിഗ്രി എന്നാണ് വരിക. അങ്ങനെ മക്കളെ ഇത് 60 ആണെങ്കിൽ ബാക്കി എത്ര വരിക? മൊത്തം 180 ആണ്. അപ്പോൾ 180 മൈനസ് 60 ആണ് എത്ര കിട്ടും? 120 ഡിഗ്രി കിട്ടും. എത്ര കിട്ടും മക്കളെ? ഇത് 120 ഡിഗ്രി എന്ന് കിട്ടും ഈ സ്പേസ്. ഓക്കെ ആണ് മക്കളെ. അപ്പോൾ ഈ രീതിയിൽ വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് സെറ്റായി പഠിക്കുക. ആംഗിൾ ഇൻ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ഒരു അർദ്ധവൃത്തത്തിൽ കോൺ എത്ര ആക്കാനും? 90 ഡിഗ്രി ആയിരിക്കുന്നുണ്ട് മക്കളെ. ശ്രദ്ധിച്ചൊന്നാ. അടുത്ത നമ്മളോട് പറഞ്ഞ മക്കളെ, അടുത്ത നമ്മളെ കൺസെപ്റ്റ് ആണ് ദ ആംഗിൾ മെയ്ഡ് ബൈ എനി ആർക്ക് ഓഫ് എ സർക്കിൾ ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് ദ സെന്റർ. അതായത് വൃത്തത്തിലെ ഏതു ചാപവും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണ്. അതായത് മക്കളെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞു. അതായത് കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാം. ശ്രദ്ധിച്ചോ മക്കളെ, നമ്മൾ പറഞ്ഞത് ഇൻ ദ ഫിഗർ ഓ ഇസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. ഓ എന്താണ്? വൃത്തത്തിന്റെ കേന്ദ്രമാണ് തന്നിട്ടുണ്ട്. ആൻഡ് ആംഗിൾ എ ഒ സി ഈക്വൽ എത്രയാണ്? എ ഒ സി പറഞ്ഞ ആംഗിൾ 80 ഡിഗ്രി. അതായത് കോൺ എ ഒ സി എത്ര തന്നുകൂടെ? നമുക്ക് 80 ഡിഗ്രിയും തന്നു. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ. ഇനി നമ്മളോട് എന്താ ചോദിച്ചു മക്കളെ? ആംഗിൾ എ ബി സി കണ്ടുപിടിക്കാൻ. എ ബി സി പറഞ്ഞ ആംഗിൾ കണ്ടുപിടിക്കണം. അതേപോലെ ആംഗിൾ എ ഡി സി പറഞ്ഞ ആംഗിളും കണ്ടുപിടിക്കണം. ഈ രണ്ട് ആംഗിൾസ് ആണ് മക്കളെ നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, നമ്മളെ കൺസെപ്റ്റ് എന്താണ്? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അതായത് കേന്ദ്ര കോണിന്റെ പകുതിയാണ് ഇതല്ല ഇതിന്റെ മറുചാപം. മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് നമ്മളെ കൺസെപ്റ്റ്. കേന്ദ്ര കോണിന്റെ പകുതിയാണ് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അപ്പൊ നമുക്ക് കേന്ദ്ര കോൺ സെൻട്രൽ ആംഗിൾ 80 ഡിഗ്രി തന്നിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എ ബി സി എത്ര മക്കളെ? അതിന്റെ പകുതി പറഞ്ഞാൽ 80ന്റെ പകുതി എത്ര മക്കളെ? 80/2 നമുക്ക് കിട്ടും 40 ഡിഗ്രി. എത്ര കിട്ടും മക്കളെ? ആംഗിൾ എ ബി സി 40 ഡിഗ്രി എന്ന് കിട്ടും ആംഗിൾ എ ബി സി. സെറ്റാണോടാ? നമ്മളെ കൺസെപ്റ്റ് പ്രകാരം സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അങ്ങനെ മക്കളെ അടുത്ത എന്താണ്? ആംഗിൾ എ ഡി സി അല്ലേ. എങ്ങനെ ആംഗിൾ എ ഡി സി കണ്ടുപിടിക്കുക? അപ്പോൾ നമ്മൾ അടുത്ത കൺസെപ്റ്റ് മക്കളെ ശ്രദ്ധിച്ചോ.
ഈ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അടുത്ത കൺസെപ്റ്റ് എന്താണ്? ആംഗിൾ എ ബി സിയും ആംഗിൾ എ ഡി സിയും കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം എന്നാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇതും കൂട്ടുമ്പോൾ 180 കിട്ടണം. ഇത് 40 ആണെങ്കിൽ ബാക്കി ഇത് എത്ര ആക്കണം മക്കളെ? ആംഗിൾ എ ഡി സി എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം, മൊത്തം കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. മൈനസ് ഇത് 40 ഡിഗ്രി തന്നിട്ടില്ലേ, ഈസിക്കൽ ടു 180 40 കുറച്ചാൽ നമുക്ക് കിട്ടും 140 ഡിഗ്രി എന്ന് കിട്ടും. എത്ര കിട്ടും മക്കളെ? നമുക്ക് 140 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത് 80 ആണെങ്കിൽ മറ്റേ 40 ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി. അപ്പോൾ ഇത് എത്ര കിട്ടും? 140 ഡിഗ്രി എന്ന് കിട്ടും. സെറ്റാണോ മക്കളെ? അപ്പോൾ ഇങ്ങനെ വേണം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. അങ്ങനെ മക്കളെ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമുക്ക് മക്കളെ ശ്രദ്ധിച്ചോടാം. ഇപ്പോൾ ഒരു സെൻട്രൽ ആംഗിൾ ഓക്കെ ശ്രദ്ധിച്ചോട്ടോ മക്കളെ. നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ആണിത്. അങ്ങനെ നോക്കിക്കോ, നമുക്കിവിടെ ഈ ആംഗിൾ ഒരു 130 ഡിഗ്രി തന്നു. ഇത് എത്ര തന്നു മക്കളെ? 130 ഡിഗ്രി തന്നു. നിങ്ങളോട് ഇനി ഈ രണ്ട് ആംഗിൾസ്, അതായത് ഈ ആംഗിളും കണ്ടുപിടിക്കാൻ പറഞ്ഞു, ഈ ആംഗിളും കണ്ടുപിടിക്കാൻ പറഞ്ഞു, ഈ രണ്ട് കോണുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. എങ്ങനെ മക്കളെ നമ്മൾ കണ്ടുപിടിക്കുക? എന്താ നമ്മളെ ഫസ്റ്റ് കൺസെപ്റ്റ്? ആദ്യം നമുക്ക് സെൻട്രൽ ആംഗിൾ കേന്ദ്ര കോൺ കണ്ടുപിടിക്കാൻ കഴിയും? ഇല്ല. നമുക്കിത് 130 ആണെങ്കിൽ ഇത് എത്ര ആക്കാരം? ഇത് രണ്ടും കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി എന്നല്ല കിട്ടണം എന്നല്ലേ ഞാൻ പറഞ്ഞു. ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അങ്ങനെ 130 ആണെങ്കിൽ ബാക്കി അവിടെ എത്ര ഉണ്ടാവും മക്കളെ? 150 130 കുറച്ചാൽ ബാക്കി നമുക്ക് 50 ഡിഗ്രി എന്ന് വരും. എത്ര ഡിഗ്രി എന്ന് വരും മക്കളെ? 50 ഡിഗ്രി എന്ന് വരും. ഇത് സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്ര ആക്കാരം? കേന്ദ്രകോൺ എത്ര ആക്കാരം? അതിൻ്റെ ഡബിൾ അല്ലേ? കേന്ദ്രകോണിൻ്റെ പകുതിയാണ് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്നാണ്. സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് അല്ലേ ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആർക്കത്തെ ആംഗിൾ കിട്ടിയാൽ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ കിട്ടി അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. അതിൻ്റെ 50ൻ്റെ ഇരട്ടി എത്ര വരും മക്കളെ? 100 ഡിഗ്രി എന്ന് വരും. സെറ്റാണോടാ? അപ്പോൾ ഇത് 130 ആണെങ്കിൽ അത് 50, ഇത് 50 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി 100 ഡിഗ്രി എന്ന് വരും. ഇങ്ങനെ എപ്പോഴും എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ കിട്ടണം. ഇപ്പോഴും ഒരു 2 മാർക്സിന് സിമ്പിളായി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇത് എന്തായാലും ചെയ്യാൻ കിട്ടേണ്ട മക്കളെ. അങ്ങനെ നമ്മൾ അടുത്ത കൺസെപ്റ്റ് നോക്കാം. നമ്മളോട് പറഞ്ഞത് ഇൻ എ സർക്കിൾ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളെല്ലാം തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെന്താണ്? ദ സം ഓഫ് ആംഗിൾസ് ഇൻ ദ ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ്സ് ഈസ് 180 ഡിഗ്രി. അതായത് മക്കളെ ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളെല്ലാം തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ ഒരു വൃത്തഖണ്ഡത്തിലെയും മറുഖണ്ഡത്തിലെയും കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രി എന്നാണ് പറഞ്ഞത്. അങ്ങനെ മക്കളെ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളാം, നമ്മളോട് പറഞ്ഞത് ഇത് എ ബി പറഞ്ഞൊരു കോഡാണ്. എ ബി പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്ന ഒരു സെഗ്മെന്റ് അല്ലേ ഇത്. അപ്പോൾ നമ്മളെ കൺസെപ്റ്റ് പ്രകാരം ആംഗിൾ ഇൻ എ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ എന്നാണ് പറഞ്ഞത്. അതായത് ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളെല്ലാം എന്തായിരിക്കും എന്നാ പറഞ്ഞത്? തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് ഒരു സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് 50 ആണെങ്കിൽ ഇത് എത്ര വരും? ഇതും 50 വരും, ഇതും 50 വരും. ഇനി നമ്മൾ ഇങ്ങോട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുകയാണ്. ഇത് എത്ര ആക്കണം മക്കളെ? 50 ഡിഗ്രിയാണ്. നമ്മൾ ഇങ്ങോട്ടൊന്നും ഉണ്ടാക്കുകയാണ്. ഇത് എത്ര ആക്കണം മക്കളെ? 50 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ ഇൻ എ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. ഒരേ വൃത്തഖണ്ഡത്തിൽ ഉണ്ടാക്കുന്ന കോണുകളൊക്കെ എന്തായിരിക്കും? തുല്യമായിരിക്കും നമ്മളെ കൺസെപ്റ്റ്. അതിൽ തന്നെ സെക്കൻഡ് കൺസെപ്റ്റ് ആണ് ദ സം ഓഫ് ആംഗിൾസിന്റെ ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ് ഇസ് 180 ഡിഗ്രി. ഒരു വൃത്തഖണ്ഡവും മറുഖണ്ഡവും തമ്മിൽ ഉണ്ടാക്കുന്ന കോൺ എത്ര ആക്കാരം? 180 ഡിഗ്രിയാണ്. അങ്ങനെ മക്കളെ നോക്ക്, ഇതൊരു സെഗ്മെന്റ് ആണ്, ഇതതിൻ്റെ ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ് ആണ്, വൃത്തഖണ്ഡാണ്, മറുഖണ്ഡാണ്. അങ്ങനെയാണ് മക്കളെ. ഇത് 50 ആണെങ്കിൽ ഇത് എത്ര ആക്കാരം? 130 വരണ്ടേ? കാരണം ഇത് രണ്ടും കൂട്ടുമ്പോൾ എത്ര കിട്ടണടാ? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇത് എത്ര വരും? 130 ഡിഗ്രി വരും. ഇത് 130 ആണെങ്കിൽ ഇത് 130 വരില്ല. കാരണം എന്താണ്? ആംഗിളിൻ്റെ സെയിം സെഗ്മെന്റ് ആണ് ഈക്വൽ. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളൊക്കെ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇത് 130 ആകുമ്പോൾ ഇത് 130 വരും. ഇത് 50 ആകുമ്പോൾ ഇത് 50 വരും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇത് നമ്മളെ കൺസെപ്റ്റ്. ആംഗിളിൻ്റെ സെയിം സെഗ്മെന്റ് ആണ് ഈക്വൽ. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളെല്ലാം തുല്യമായിരിക്കും. ഇത് സം ഓഫ് ആംഗിൾസ് ഇൻ ദ ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ് ഇസ് 180 ഡിഗ്രി. ഒരു വൃത്തഖണ്ഡവും മറുഖണ്ഡവും തമ്മിൽ ഉണ്ടാക്കുന്ന കോൺ കൂട്ടി എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ശ്രദ്ധിച്ചോ, നമ്മളോട് പറഞ്ഞത് ഇൻ ട്രയാംഗിൾ എ ബി സി, ത്രികോണം എ ബി സിയിൽ ആംഗിൾ ബി എ സി ഈസിക്കൽ ടു 70 ഡിഗ്രി, കോൺ ബി എ സി 70 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അതുപോലെ എന്താ നമ്മളോട് കാണാൻ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ആംഗിൾ ബി ഡി സി. കോൺ ബി ഡി സി എത്രയാണ് മക്കളെ? ഈ കോൺ എത്രയാണ് നമ്മളോട് ആദ്യം കാണാൻ പറഞ്ഞു. ഇനി എന്താ ചോദിച്ചത്? ഹൗ മെനി സൈക്ലിക് കോർഡിലേറ്റേഴ്സ് ആർ ദർ ഇൻ ദ ഫിഗർ. ഈ ചിത്രത്തിൽ എത്ര ചക്രീയ ചതുർഭുജങ്ങളുണ്ട്? വിച്ച് ആർ ദർ. അങ്ങനെയാണെങ്കിൽ അവ ഏതൊക്കെയാണ് ചോദിച്ചത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചാൽ ഫൈൻഡ് ആംഗിൾ ബി ഇ സി. കോൺ ബി ഇ സി കണ്ടുപിടിക്കാൻ. ഇത്ര കാര്യങ്ങളാണ് മക്കളെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ മക്കളെ. ആദ്യം നമുക്ക് കോൺ ബി ഡി സി കണ്ടുപിടിക്കണം. കോൺ ബി ഡി സി പറഞ്ഞാൽ ഈ കോണല്ലേ? ഇത് എത്ര ആക്കണം മക്കളെ? ഇത് 70 ആണെങ്കിൽ ഇത് 70 ആവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺ ബി ഡി സി നമുക്ക് 70 ഡിഗ്രി എഴുതി കൂടെ. കാരണം ഇത്
70 ആണെങ്കിൽ ഇത് 70 ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺ ബി ഡി സി എത്ര എഴുതാം? നമുക്ക് 70 ഡിഗ്രി എന്ന് എഴുതാം. അടുത്ത ബി ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മളോട് ഹൗ മെനി സൈക്ലിക് കോർഡിലാറ്ററൽസ് ദേർഡ് എന്നാണ്, അതിൽ എത്ര ചക്രീയ ചതുർഭുജം ഉണ്ട് എന്ന്. അപ്പോൾ നമ്മൾ അടുത്ത കൺസെപ്റ്റ് സൈക്ലിക് കോർഡിലാറ്ററൽ, അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്തിടാം. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആംഗിൾ ബി ഇ സി. ആംഗിൾ ബി ഇ സി പറഞ്ഞാൽ നമുക്കറിയാം എത്ര ഡിഗ്രിയാണ് മക്കളെ? 110 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ 70 ആണെങ്കിൽ ഇത് എത്ര കിട്ടും മക്കളെ? 110 ഡിഗ്രി കിട്ടും. അപ്പോൾ ബി ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എത്ര കിട്ടി? 110 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് കൺസെപ്റ്റ് ആംഗിളിൻ്റെ സെയിം സെഗ്മെൻറ്റ് ഈക്വൽ ആണെന്ന് വെച്ചിട്ട് ഈ ആംഗിളും കൂട്ടി എന്താക്കണം? ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസും എന്താക്കണം മക്കളെ? ഈക്വൽ ആയിരിക്കും. അതുപോലെ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് തമ്മിൽ കൂട്ടി എത്ര കിട്ടണം? നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ 70 ആണെങ്കിൽ ഇത് എത്ര കിട്ടും? 110 ഡിഗ്രി കിട്ടും. സെറ്റാണ് മക്കളെ. അങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് കൺസെപ്റ്റ് നോക്കാം. സൈക്ലിക് കോർഡിലാറ്ററൽ, അതായത് ചക്രീയ ചതുർഭുജം പറഞ്ഞ കൺസെപ്റ്റാണ്. അതായത് മക്കൾ എത്ര ഉള്ളൂ? സൈക്ലിക് കോർഡിലാറ്ററൽ പറഞ്ഞാൽ ഒരു കോർഡിലാറ്ററൽ, ഒരു ചതുർഭുജത്തിന്റെ എല്ലാ മൂലകളും വൃത്തത്തിലാണെങ്കിൽ, ഒരു കോർഡിലാറ്ററലിന്റെ എല്ലാ വേർട്ടിസസും ഓൺ ദ സർക്കിൾ ആണെങ്കിൽ അതിന് നമ്മൾ സൈക്ലിക് കോർഡിലാറ്ററൽ എന്ന് വിളിക്കും. ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കും. ഇത്രയുള്ളൂ മക്കളെ. ഒരു കോർഡിലാറ്ററലിന്റെ 4 വേർട്ടിസസും ഓൺ ദ സർക്കിൾ വരികയാണെങ്കിൽ അതിന് നമ്മൾ സൈക്ലിക് കോർഡിലാറ്ററൽ എന്ന് വിളിക്കും. ഒരു ചതുർഭുജത്തിന്റെ എല്ലാ മൂലകളും വൃത്തത്തിലാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കും. ഇതാണ് നമ്മളെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് പറയുന്നത് if all vertices of a quadrilateral are on the circle then the sum of opposite angles is 180 degree. അതായത് മക്കളെ, ഒരു ചതുർഭുജത്തിന്റെ എല്ലാ മൂലകളും ഒരു വൃത്തത്തിലാണെങ്കിൽ അതിലെ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി ആക്കണം. അപ്പോൾ മക്കളെ, സൈക്ലിക് കോർഡിലാറ്ററലിന്റെ പ്രത്യേകത ആണ് ഒരു ചക്രീയ ചതുർഭുജാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എതിർ കോണുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. ഒരു സൈക്ലിക് കോർഡിലാറ്ററൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര കിട്ടണം? നമുക്ക് 180 ഡിഗ്രി കിട്ടണം എന്നാണ് നമ്മളെ കൺസെപ്റ്റ്. അതായത് മക്കളെ ശ്രദ്ധിച്ചോ, ഇപ്പോൾ അത് എ ബി സി ഡി ഒരു സൈക്ലിക് കോർഡിലാറ്ററൽ അല്ലേ? എന്തുകൊണ്ടാണ്? എയും ബിയും സിയും ഡിയും എന്താണ്? ഓൺ ദ സർക്കിളാണ്, വൃത്തത്തിലെ ബിന്ദുക്കളാണ്. അങ്ങനെ മക്കളെ, നമ്മളെ കൺസെപ്റ്റ് പ്രകാരം മക്കളെ ശ്രദ്ധിച്ചോ, എ ബി സി ഡി സൈക്ലിക് കോർഡിലാറ്ററൽ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് പറഞ്ഞാൽ ഏതൊക്കെ വരും മക്കളെ? എയും സിയും അല്ലേ? എയും സിയും കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതേപോലെ ബിയും ഡിയും കൂട്ടുമ്പോൾ എത്ര കിട്ടണം മക്കളെ? നമുക്ക് 180 ഡിഗ്രി കിട്ടണം. ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇതാണ് നമ്മളെ കൺസെപ്റ്റ്. സെറ്റാണോടാ? ഒരു സൈക്ലിക് കോർഡിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എതിർ കോണുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അങ്ങനെ മക്കൾ ഇവിടെ നോക്കണം. നമുക്കിത് 70 എന്ന ആംഗിൾ സി എത്ര കാര്യം? രണ്ടും കൂട്ടുമ്പോൾ 180 കിട്ടണ്ടേ? അപ്പോൾ 70 ആണെങ്കിൽ ബാക്കി എത്ര വരും? 110 ഡിഗ്രി എന്ന് വരും. അതേപോലെ ഇത് 50 ആണെങ്കിൽ ബാക്കി എത്ര വരും? 130 ഡിഗ്രി എന്ന് വരും. കാരണം എന്താണ്? ഇതൊരു സൈക്ലിക് കോർഡിലാറ്ററൽ ആണ്, ചക്രീയ ചതുർഭുജാണ്. എതിർ കോണുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? നമുക്ക് 180 ഡിഗ്രി കിട്ടണം. സെറ്റല്ലടാ? അങ്ങനെ നമുക്ക് ഇതിനൊരു ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിച്ചോ, നമ്മളോട് പറഞ്ഞത് സി ആൻഡ് ഡി ആർ ദ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ വിത്ത് ഡയാമീറ്റർ എ ബി. സിയും ഡിയും വൃത്തത്തിലെ ബിന്ദുക്കളാണ് തന്നിട്ടുണ്ട്, എ ബി വ്യാസാണെന്നും തന്നിട്ടുണ്ട്. ഇനി എന്താ ചോദിച്ചാൽ നമ്മളോട് ഇഫ് ആംഗിൾ ബി എ ഡി is equal to 80 ഡിഗ്രി, ആംഗിൾ ബി എ ഡി 80 ഡിഗ്രി തന്നിട്ടുണ്ട്. ആൻഡ് ആംഗിൾ ഡി ബി സി is equal to 20 ഡിഗ്രി, ആംഗിൾ ഡി ബി സി 20 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചത് ഫൈൻഡ് ആംഗിൾ ബി സി ഡി. ബി സി ഡി പറഞ്ഞ കോൺ എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബി സി ഡി പറഞ്ഞ കോൺ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത എന്താ? ഫൈൻഡ് ആംഗിൾ സി ഡി ബി. സി ഡി ബി പറഞ്ഞ കോണും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഫൈൻഡ് ആംഗിൾ എ ഡി സി. എ ഡി സി പറഞ്ഞ കോണും കണ്ടുപിടിക്കണം. ലാസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ആംഗിൾ എ ബി ഡി. എ ബി ഡി പറഞ്ഞ കോണും കണ്ടുപിടിക്കണം. ഈ 4 ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കണം മക്കളെ. അപ്പോൾ ശ്രദ്ധിച്ചോ, നമുക്ക് തന്നിക്കണു എ ബി വ്യാസം തന്നിട്ടുണ്ട്. വ്യാസം പറഞ്ഞ എയും ബിയും എന്താണ്? ഡയാമീറ്റർ ആണ്. എ ബി ഡയാമീറ്റർ എയും ബിയും ഓൺ ദ സർക്കിളിലെ പോയിന്റ്സ് ആണ്, വൃത്തത്തിലെ ബിന്ദുക്കളാണ്. അതേപോലെ സിയും ഡിയും ഓൺ ദ പോയിന്റ്സ് ആണ്, സർക്കിളത്തെ പോയിന്റ്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എ ബി സി ഡി എന്താ മക്കളെ? എ ബി സി ഡി ഒരു സൈക്ലിക് കോർഡിലാറ്ററൽ അല്ലേ? ചക്രീയ ചതുർഭുജം അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ സൈക്ലിക് പറയാൻ കാരണം? 4 വേർട്ടിസസും ഓൺ ദ സർക്കിളാണ്, എല്ലാ മൂലകളും വൃത്തത്തിലാണ്. അങ്ങനെയാണ് എ ബി സി ഒരു ചക്രീയ ചതുർഭുജാണ്. ഇനി നമുക്കറിയാം ഒരു സൈക്ലിക് കോർഡിലാറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഒരു ചക്രീയ ചതുർഭുജാണെങ്കിൽ അതിന്റെ എതിർ കോണുകൾ തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണ്ടേ? അപ്പോൾ നമുക്കിത് 80 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ മക്കളെ? ഫൈൻഡ് ആംഗിൾ ബി സി ഡി എന്നല്ലേ? ബി സി ഡി പറഞ്ഞ ഈ ആംഗിൾ അല്ലേ മക്കളെ? ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇത് 80 ആണെങ്കിൽ ബാക്കി 180 മൈനസ് 80 ഈക്വൽ എത്ര കിട്ടൂടാ? 100 ഡിഗ്രി എന്ന് കിട്ടും. എത്ര കിട്ടും മക്കളെ? നമുക്ക് 100 ഡിഗ്രി കിട്ടും. ആംഗിൾ ബി സി ഡി എത്ര കിട്ടി? 100 ഡിഗ്രി എന്ന് കിട്ടി. സെറ്റല്ലടാ? കാരണം അത് സൈക്ലിക് കോർഡിലാറ്ററൽ ആണ്. അടുത്ത എന്താ നമ്മളോട് ചോദിച്ചത്? ആംഗിൾ സി ഡി ബി. സി ഡി ബി പറഞ്ഞ ഈ ചെറിയ ആംഗിൾ അല്ലേ മക്കളെ? അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ബി സി ഡി പറഞ്ഞ ട്രയാംഗിളിൻ്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എത്ര കാര്യം? ഒരു ത്രികോണത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണം.
180 മൈനസ് ഈ 120 കൂട്ടി എത്രടാ 120 അല്ലേ. അപ്പോൾ 120 ബേസിക്കലി നമുക്ക് എത്ര കിട്ടും 60 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഈ ആംഗിൾ എത്ര കിട്ടി നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി. എത്ര കിട്ടി മക്കളെ 60 ഡിഗ്രി ആണ്. മൊത്തം കൂട്ടുമ്പോൾ 150 കിട്ടണം. അപ്പോൾ 100 + 20 + 60 150 കിട്ടുന്നില്ലേ. അപ്പോൾ ആ കൺസെപ്റ്റ് വെച്ച് നമുക്ക് ആംഗിളും കിട്ടി. അടുത്ത നമ്മളോട് ചോദിച്ചത് എന്താ മക്കളെ ആംഗിൾ ADC എത്രയെന്നാണ്. ADC പറഞ്ഞ ഏതാടാ ADC പറഞ്ഞ ഈ മൊത്തം ആംഗിളാണ്. അത് കാണുമ്പോൾ മക്കളെ നമുക്ക് ADB എത്രയെന്ന് അറിയാം. ADB പറഞ്ഞ ആംഗിൾ എത്രയാണ് മക്കളെ നമ്മൾ പഠിച്ചു. ആംഗിളിൻ്റെ സെയിം സെഗ്മെൻ്റ് ആർ ഈക്വൽ. അതുപോലെ എന്താണ് മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെമി സർക്കിൾ ആംഗിളിൻ്റെ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളെല്ലാം തുല്യമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ എന്താ മക്കളെ ഒരു അർദ്ധവൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്ര ആയിരിക്കണം 90 ഡിഗ്രി ആക്കണം. അർദ്ധവൃത്തത്തിലെ കോൺ എത്ര ആക്കണം മക്കളെ 90 ഡിഗ്രി ആക്കണം. അങ്ങനെയാണ് മക്കളെ AB വ്യാസമാണെങ്കിൽ ഇത് സെമി സർക്കിൾ അല്ലേ. ഒരു സെമി സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ഇത് എത്ര ഡിഗ്രി ആക്കണം മക്കളെ നമുക്ക് പറയാം ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആംഗിൾ ADB എത്ര ചെയ്താൽ മക്കളെ 90 ഡിഗ്രി എന്ന് ചെയ്താൽ തെറ്റില്ലല്ലോ. ഇനി നമ്മളോട് ചോദിച്ചത് ADC അല്ലേ. ADC പറഞ്ഞ ഈ ടോട്ടൽ ആംഗിൾ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് 60 കണ്ടുപിടിച്ചു ബാക്കി 90 ആണ്. അപ്പോൾ എത്ര കിട്ടും മക്കളെ 90 + 60 = 150 ഡിഗ്രി എന്ന് കിട്ടും. എത്ര കിട്ടും നമുക്ക് 150 ഡിഗ്രി കിട്ടും. ഇനി ലാസ്റ്റ് എന്താ ചോദിച്ചാൽ നമ്മളോട് ആംഗിൾ ADB ഏതാ മക്കളെ ADB പറഞ്ഞാൽ ABD പറഞ്ഞ ആംഗിൾ ഇതല്ലേ വേണ്ടേ. ഈ ആംഗിൾ എത്ര കാര്യം മക്കളെ ഇതൊരു ട്രയാംഗിൾ അല്ലേ. ADB പറഞ്ഞ ട്രയാംഗിളിലെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എത്ര കാര്യം 180 ഡിഗ്രി. അപ്പോൾ ഇത് 90 കൂട്ടി എത്ര മക്കളെ 170 അല്ലേ. അപ്പോൾ 180 നമുക്ക് 170 കുറച്ചാൽ 180 - 170 എത്ര കിട്ടും മക്കളെ നമുക്ക് 10 ഡിഗ്രി എന്ന് കിട്ടും. എത്ര കിട്ടും മക്കളെ 10 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഈ ആംഗിൾ എത്ര കിട്ടി 10 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്കൊരു സൈക്ലിക് കോർഡിലാറ്ററലിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയും. അത്രയുള്ള മക്കളെ സൈക്ലിക് കോർഡിലാറ്ററൽ പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. എതിർ കോണുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടണം 150 ഡിഗ്രി കിട്ടണം. അങ്ങനെ മക്കളെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ബാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചോ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എത്ര സൈക്ലിക് കോർഡിലാറ്ററൽ ഉണ്ട് ചോദിച്ചിരുന്നു. എത്ര ചക്രീയ ചതുർഭുജം ഉണ്ട് നമ്മളോട് ചോദിച്ചില്ലേ മക്കളെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കണം ഇതിൽ എത്ര സൈക്ലിക് കോർഡിലാറ്ററൽ ഉണ്ട്. നമുക്കറിയാം ABEC ഒരു സൈക്ലിക് കോർഡിലാറ്ററൽ അല്ലേ. ഒരു ചക്രീയ ചതുർഭുജം അല്ലേ. കാരണം എന്താണ് എയും ബിയും ഇയും സിയും എന്താണ് ഓൺ ദ സർക്കിളാണ് വൃത്തത്തുമ്മയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചക്രീയ ചതുർഭുജമായില്ലേ. ഇനി മക്കളെ നോക്ക് ഈ DBEC നോക്ക് ഇതൊരു സൈക്ലിക് കോർഡിലാറ്ററൽ അല്ലേ. DBEC പറഞ്ഞാൽ എന്താ മക്കളെ ഒരു സൈക്ലിക് കോർഡിലാറ്ററലാണ് ഒരു ചക്രീയ ചതുർഭുജാണ്. അപ്പോൾ ഇതെന്താണ് ഒരു സൈക്ലിക് ആണ്. അപ്പോൾ ബിയും ഡിയും സിയും ഇയും എന്താണ് ഓൺ ദ സർക്കുലർ പോയിന്റ്സ് ആണ് വൃത്തത്തിലെ ബിന്ദുക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ് സൈക്ലിക് കോർഡിലാറ്ററൽ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര മക്കളെ ഇതിലുള്ളത് ഇതിൽ 2 സൈക്ലിക് കോർഡിലാറ്ററൽ ഉണ്ട്. ഏതൊക്കെയാണെന്നല്ലേ നമ്മളോട് ചോദിച്ചത് 2 ഉണ്ട്. ഏതൊക്കെയാണ് മക്കളെ ABEC ആൻഡ് ഏതാ മക്കളെ BDCE. അപ്പോൾ എത്ര സൈക്കിൾ കോർഡിലാറ്ററൽ ഉണ്ട് ഇതിൽ 2 ചക്രീയ ചതുർഭുജം ഉണ്ട്. അത് ഏതൊക്കെയാണ് മക്കളെ ഈ 2 എണ്ണമാണ്. ഇത് 2 സൈക്ലിക് കോർഡിലാറ്ററൽ സെറ്റല്ലേ മക്കളെ. അപ്പോൾ മക്കളെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. ആംഗിളിൻ്റെ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ഒരു അർദ്ധവൃത്തത്തിലേക്ക് 90 ഡിഗ്രി ആക്കണം. അടുത്ത കൺസെപ്റ്റ് എന്താണ് സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. കേന്ദ്ര കോണിൻ്റെ പകുതി ആയിരിക്കും മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. എപ്പോഴും കൺസെപ്റ്റിന് ക്വസ്റ്റ്യൻ വരുന്ന അത് നമ്മൾ പഠിച്ചു. ആംഗിളിൻ്റെ സെയിം സെഗ്മെൻറ്റ് ആർ ഈക്വൽ. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളൊക്കെ എന്തായിരിക്കും തുല്യമായിരിക്കും. ദ സം ഓഫ് ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സെഗ്മെൻറ്റ് ഈസ് 180 ഡിഗ്രി. ഒരു വൃത്തഖണ്ഡവും മറുകണ്ഡവും തമ്മിലുണ്ടാക്കുന്ന കോൺ എത്ര ആക്കാനും 90 ഡിഗ്രി ആക്കണം. അവസാനമായിട്ട് എന്താ പഠിച്ചത് നമ്മൾ സൈക്ലിക് കോർഡിലാറ്ററൽ ചക്രീയ ചതുർഭുജം. എന്താ മക്കളെ സൈക്ലിക് കോർഡിലാറ്ററൽ പറഞ്ഞാൽ ഒരു കോർഡിലാറ്ററലിൻ്റെ 4 വേർട്ടീസസും ഓൺ ദ സർക്കിൾ ആണെങ്കിൽ ഒരു ചതുർഭുജത്തിൻ്റെ 4 മൂലകളും വൃത്തത്തിലാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും സൈക്ലിക് കോർഡിലാറ്ററൽ ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കും. ഇനി എന്തൊരു സൈക്ലിക് കോർഡിലാറ്ററിൻ്റെ പ്രത്യേകത ദ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. ഏതൊരു കോണുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടണം മക്കളെ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. ഇതാണ് നമ്മളെ കൺസെപ്റ്റ്. അപ്പോൾ ഇത് വെച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസിയായി ചെയ്യാൻ കഴിയണം. ഈ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായി പഠിച്ച പിന്നെ ഏത് ക്വസ്റ്റ്യനും നമുക്ക് അടിപൊളിയായി ചെയ്യാൻ കഴിയും മക്കളെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.